ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ക്വിസീൻസിലോട്ട് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ലോങ് ഡ്രൈവ് പ്ലാൻ ചെയ്തു. പോകാൻ പറ്റി. ഞങ്ങൾ ഇവിടുന്ന് മുവൈലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ മുവൈലയിൽ നിന്ന് ഞങ്ങൾ കോർഫർഖാൻ ഒരു ഷീസ് പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കോർഫർഖാൻ ബീച്ചിലോട്ടും പോയി. അപ്പോൾ ഏതാണ്ട് ഒരു 8-9 മാസത്തിന് ശേഷമാണ് ഒരു ലോങ് ഡ്രൈവ് പോകുന്നത്. സാധാരണ ലോങ് വീക്കെൻഡ്സ് ഒക്കെ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കാരണം ഞങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയപ്പോൾ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങി. അത് മാസ്കും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങുന്നത്. നമ്മളെ സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. അപ്പം നമ്മൾ അതെപ്പോഴും നോക്കുക. എന്നിട്ട് ഇപ്പം ഞങ്ങൾ ഷാർജ കൽബ റോഡ് വഴിയാണ് പോകുന്നത്, ദെയ്ദ് റോഡ് വഴിയാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ പുതിയ 3-4 ടണൽസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് അവനെയും കൊണ്ട് ഞങ്ങൾ ടണൽ വഴിയാണ് പോകുന്നത്. ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ. അപ്പം ഞങ്ങൾ നേരെ ഷീസ് പാർക്കിലോട്ട് പോകുക. ഷീസ് പാർക്കിൽ പോയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് കോർഫർഖാൻ ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ വീഡിയോ തുടർച്ച മുതൽ അവസാനം വരെ എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദൂരെ നോക്കുമ്പോൾ കാണാം നമ്മുടെ ഫസ്റ്റ് ടണൽ വന്നിട്ടുണ്ട്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ടണൽസ് ഉണ്ട്. നല്ല രസമാണ് ആക്ച്വലി ടണൽസിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടണലിനകത്തൂടെയൊക്കെ പോകുന്നത്. അപ്പം ഇതാണ് സ്റ്റാർട്ടിങ് ടണൽ. അത് കഴിഞ്ഞ് നമ്മുടെ ഷീസ് പാർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 3-4 ടണൽ വരുന്നുണ്ട്. അത് നല്ല വലിയ ടണലാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ പുറത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് നേരം എടുത്തു ആ ടണൽ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടണലാണ്. അങ്ങനെ ഫസ്റ്റ് ടണൽ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പാർക്കിൻ്റെ റൈറ്റ് എടുക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്തു. നമ്മൾ ഇങ്ങോട്ട് പാർക്കിനകത്തോട്ട് വന്നപ്പോൾ തന്നെ നമുക്കൊരു പാർക്കിംഗ് കിട്ടി അവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച്. കാരണം അങ്ങോട്ട് ചെന്നാൽ ചിലപ്പം പാർക്കിംഗ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്തു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പാർക്ക്. കാരണം ഒരുപാട് പുതിയ പാർക്കായതുകൊണ്ട് ഒരുപാട് പേര് കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെൻ്റെ ഫസ്റ്റ് ഔട്ട്ഡോർ വ്ളോഗാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഔട്ട്ഡോർ വ്ളോഗിങ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി അങ്ങോട്ടത്തേക്കുള്ള വീഡിയോസ് ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് ബെറ്ററാക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. അപ്പം നമ്മുടെ ഷീസ് പാർക്കിലോട്ട് നമുക്ക് പോവാം. അങ്ങോട്ട് നല്ല വീഡിയോസും നല്ല ഫോട്ടോഗ്രാഫിക്ക് നല്ലൊരു സ്ഥലമാണ്. ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തേക്ക് നടത്തുന്നത് ഞങ്ങൾ പാർക്കിൻ്റെ എൻട്രൻസിലോട്ട് നടക്കുകയാണ്. കുറച്ച് നടക്കാണ്ട് ഒരു 100 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. നടന്ന് നമ്മൾ നേരെ എൻട്രൻസിലോട്ട് നിൽക്കും. ഇതാണ് എൻട്രൻസ്. ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഗേറ്റിൻ്റെ കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു മാപ്പൊക്കെ ഉണ്ട്. പാർക്കിനെ കുറിച്ചുള്ളൊരു മാപ്പാണ്. അപ്പം അതുണ്ട്. അതിനുശേഷം നമ്മൾ തൊട്ട് നേരെ കാണുന്നത്, കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വാട്ടർഫോളാണ്. പക്ഷേ എൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ മാപ്പുണ്ട് പാർക്കിൻ്റെ. പിന്നെ ഉള്ളത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാട്ടർഫോളാണ്. അപ്പം നേരെ കാണുന്നത് നമ്മുടെ വാട്ടർഫോള്.
വാട്ടർഫോളിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു പോണ്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നേരെ നടക്കുമ്പോഴത്തേക്കും കുറേ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട്. നല്ല നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഉള്ള ചെടികളൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെച്ചേക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല കളർഫുള്ളാണ്, നമുക്ക് കണ്ണിന് നല്ല കളർഫുള്ളാണ് ഈ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് കാണുമ്പോൾ. പിന്നെ ചെറിയൊരു ഫൗണ്ടൈൻ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പോയിട്ട് ഒരു പടിയുണ്ട്. പടി കയറി നമുക്ക് റൂഫ് ടോപ്പിൽ പോകണം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയയും ബാർബിക്യൂ ഏരിയയും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലോട്ട് പോയില്ല, ഞങ്ങൾ നേരെ റൂഫ് ടോപ്പിലോട്ടാണ് പോയത്. കുറച്ച് പടി കയറാനുണ്ട്, കാരണം ഈ പടികളെല്ലാം നമ്മൾ കയറി മുകളിലെത്തണം. അപ്പം പടി കയറുന്നത് ഇത്തിരി കഷ്ടപ്പാടായിരുന്നു, കാരണം കുറേ നാൾക്ക് ശേഷം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇതെനിക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പടി കയറാൻ നോക്കിയപ്പോൾ ഇത്തിരി ഒന്ന് പാടുപെട്ടു. എന്നാലും കയറി. നല്ല രസമായിരുന്നു. മേളിൽ പോയിരുന്നിട്ട് നമുക്ക് താഴോട്ടുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. എന്താ നീ സാഡായത്? കാല് ചൂടെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കൊർഫർഖാൻ ബീച്ചിലോട്ട് പോവുകയാണ്. വഴി അറിയത്തില്ല, മാപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷീസ് പാർക്കിൽ നിന്ന് എനിക്കൊന്ന് 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊർഫർഖാൻ ബീച്ചിലോട്ട് എത്താം. ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീച്ചിലെ കാഴ്ചകൾ കാണാം.
അങ്ങനെ ഞങ്ങൾ കൊർഫർഖാനിൽ ഒരു 12:30 ആയപ്പോൾ ബീച്ചിലെത്തി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം മക്കളെയും കൊണ്ട് ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം ബീച്ചിലോട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഇവർ കിടന്ന് ഓടുന്നത്. അവർക്ക് ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം പുറത്തോട്ട് ഇറങ്ങുന്നതിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റാണ്. കുട്ടികളെങ്ങും ഓട്ടമാണ്. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ബീച്ചിൻ്റെ അങ്ങോട്ടത്തേക്ക്. ഞങ്ങളൊരു 3 മണിയായപ്പോഴത്തേക്കും ബീച്ചിലോട്ട് ഇറങ്ങി. കാരണം മക്കൾ സമ്മതിക്കുന്നില്ല, അവർക്ക് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഇങ്ങനെ എന്താ പറയുക കൊതിയായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി. എന്നിട്ട് ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസി ബീച്ചിൽ. ഞങ്ങളിവിടെ ഉള്ളത് കൊർഫർഖാൻ ബീച്ചിലാണ്. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ടിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഷാർജയിൽ നിന്ന് കൊർഫർഖാൻ ബീച്ചിലോട്ട് വന്നേക്കാണ്. നല്ല വെയിലുണ്ട്. ഞാൻ ബീച്ചിലോട്ട് ഇറങ്ങുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്, വലിയ ബീച്ചാണ്, തിരയുള്ള ബീച്ചാണ്. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഒരുപാട് നാൾ വീട്ടിലിരുന്ന് ലോക്ക്ഡൗണും കാര്യങ്ങളും ക്വാറൻറ്റൈനും പിന്നെ കൊറോണ കാരണം മക്കളെ ഒന്നും പുറത്തോട്ട് ഇറക്കാതെ, എന്നിട്ടും നല്ല എന്താ പറയുക നല്ലൊരു ബീച്ചാണ്. എല്ലാവർക്കും വരാം. കൊർഫർഖാൻ നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് ഇപ്പോൾ പുതിയതായിട്ട് പാർക്ക്, ബീച്ച്, കേവ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലൊന്നും പറയാനും പറ്റുന്നില്ല. മക്കളും ഇനി വന്നേ. ഓക്കെ, രാവിലെ ഇറങ്ങി. ഞങ്ങളൊരു 9 മണിയായപ്പോൾ ഇറങ്ങി. ഞങ്ങൾക്ക് എല്ലാം കറക്റ്റ് സമയത്ത് നേരത്തെ ഇറങ്ങിയോണ്ട് കറക്റ്റ് സമയത്ത് പോയി കാണാനും എടുക്കാനും ഒക്കെ പറ്റി. അപ്പം ബീച്ചിനകത്ത് നമുക്ക് പാരഷൂട്ടിൻ്റെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളവർ പാരഷൂട്ട് ഫ്ലൈയിങ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ജെറ്റ് സ്കീ ഉണ്ട്. പിന്നെ ഏറ്റവും രസമായിട്ട് ഇവിടെ ഒരു ഡൈനോസർ ജെറ്റ് സ്കീയുടെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് അവിടെ നല്ല രസമായിരുന്നു കാണാൻ. വെള്ളത്തിൽ ഡൈനോസർ ഇങ്ങനെ ഇടുന്ന ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു ജെറ്റ് സ്കീ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. മക്കളുമായിട്ട് നമുക്ക് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഉപ്പുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് മക്കളെ കൊണ്ടൊക്കെ പോകാൻ വേണ്ടി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ പോയിട്ട് വന്നു. പോയി നോക്കട്ടെ. അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ കൊർഫർഖാൻ ബീച്ചിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഷാർജയിലോട്ട് തിരിച്ചു. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഫൗണ്ടൈൻ കണ്ടു. പറയാതിരിക്കാൻ പറ്റില്ല. നൈറ്റ് വ്യൂവിൽ അത് കാണാൻ അടിപൊളിയായിരുന്നു. കാരണം 3 സൈഡിൽ നിന്നായിരുന്നു ഇങ്ങനെ വെള്ളം വന്നിട്ട് ഫൗണ്ടൈൻ ആ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. എനിക്കൊന്ന് കൊർഫർഖാനിന് ഫുജേറ ഉള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ ഞങ്ങൾ ഷാർജയിൽ നിന്ന് ഇത് ഞാൻ ഒരു പ്രാവശ്യം മറ്റേ റിഫ്സ ഡാം പോയപ്പോൾ കണ്ടായിരുന്നു.
സെക്കൻഡ് ടൈമാണ്. അത് ഭയങ്കര എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയാം. അത് പ്രത്യേകിച്ച് നൈറ്റിൽ ഈ ലൈറ്റ്സും കൂടെ വരുമ്പം ആ വെള്ളം ഇങ്ങനെ പൊങ്ങുന്നതും ഡാൻസിങ് ഫൗണ്ടൻ പോലെ അതിങ്ങനെ മൂവിങ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല സൂപ്പർ ഒരു വ്യൂ ആയിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നൈറ്റ് ഡ്രൈവിൽ ആരെങ്കിലും പോകുന്നെങ്കിൽ ഈ വ്യൂ മറക്കാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ ഔട്ട്ഡോർ വ്ളോഗാണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ ഞാനത് മാക്സിമം കറക്റ്റ് ചെയ്ത് നന്നായിട്ട് വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് രൂപത്തിൽ പറഞ്ഞാൽ ഞാനത് അത് എന്താ പറയുക പഠിച്ച് നന്നായിട്ട് നെക്സ്റ്റ് ടൈം വീഡിയോ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എന്താ പറയുക, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് സപ്പോർട്ടിങ് ക്വിസീൻസ് ബൈ അമ്മു. അപ്പോൾ നല്ല നല്ല വ്ളോഗുകൾ ഇനി വരും. ഔട്ട്ഡോർ വ്ളോഗുകൾ എടുക്കാൻ മാക്സിമം ശ്രമിക്കാം. ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ എത്തി. സ്ലോ ഡ്രൈവാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ എത്തി. പോകുന്ന വരയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോസ്ക് കണ്ടു. അതിൻ്റെ പേരറിയത്തില്ല, പക്ഷെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ മോസ്ക് കാണാൻ. അത് മലീഹ റോഡിലുള്ളൊരു മോസ്ക് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലെത്തി. ഇനി ഒരു 10 മിനിറ്റ് ഞങ്ങൾ ഞങ്ങളുടെ വീടെത്തും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ക്വിസീൻസ് ബൈ അമ്മുവിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.